എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കുന്നത്. മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നതിന് അധികം ചേരുവകളൊന്നും വേണ്ട, വളരെ കുറച്ച് ചേരുവകൾ മതി. അതിന് കുറച്ച് ചെറിയ ഉള്ളി ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് പപ്പായ. ചില സ്ഥലത്ത് ഓമയ്ക്ക, കപ്പളങ്ങ, പപ്പരയ്ക്ക ഇങ്ങനെയൊക്കെ പറയും. അതാണ് പച്ച പപ്പായയാണ്. തൊലി കളഞ്ഞ് ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിരിക്കുന്നത്. ഇനിയും വേണ്ടത് നമുക്ക് വെളിച്ചെണ്ണ വേണം, ഉപ്പ് വേണം, മഞ്ഞൾപ്പൊടി വേണം. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സ്വാദിഷ്ടമായ പപ്പായ കൊണ്ടുള്ള മെഴുക്ക് പുരട്ടി തയ്യാറാകും. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരട്ടെ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. നമ്മുടെ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പപ്പയ, ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ആയാലും മതി. ചെറിയ ഉള്ളി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി. പെട്ടെന്ന് അടച്ചു വെക്കണ്ട. കുറച്ചു നേരം ഒന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു സ്വല്പം നേരം ഒന്ന് അടച്ചു വെക്കാം. അതുവരെ ഇങ്ങനെ ഇരിക്കട്ടെ. ഹൈ ഫ്ലെയിം അല്ല, മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റായി. നമുക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടി ഒന്ന് ഇളക്കാം. ഇളക്കിയിട്ട് ഒരു 1-2 മിനിറ്റ്, അധികം വേവരുത്. വെന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വേകും, ആ ക്രിസ്പിനെസ് അങ്ങ് പോവുകയും ചെയ്യും. ഒരുപാട് വെന്ത് കഴിയുമ്പോൾ കഴിക്കാനൊരു ടേസ്റ്റും ഇല്ല. ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഏകദേശം 1-2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി അടപ്പങ്ങ് മാറ്റാം. ഇനി ഇത് ഇളക്കി നിരത്തിയിട്ട് കൊടുക്കാം. ഇതൊരിക്കലും ക്രിസ്പ് ആവത്തില്ല, ഒന്നും മൊരിയത്തുമില്ല. നന്നായിട്ട് വെന്ത് ലൂസായിട്ടിരിക്കും. അങ്ങനെ ഇത് പപ്പായയുടെ മെഴുക്ക് പുരട്ടി തയ്യാറാവുന്നുള്ളൂ. മറ്റുള്ള മെഴുക്ക് പുരട്ടികൾ ക്രിസ്പ് ആവുന്നത് പോലെ ഇതൊരിക്കലും ക്രിസ്പ് ആവത്തില്ല. ഇനി നമുക്കിതൊന്ന് മൂത്ത് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പപ്പായ കൊണ്ടുള്ള മെഴുക്ക് പുരട്ടി തയ്യാറായി. ഈ മെഴുക്ക് പുരട്ടി തയ്യാറായി നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളി മൂത്തിരിക്കുന്നത് കണ്ടോ? ഉള്ളി മൂത്തതാണ് അതിൻ്റെ പാകം. ഇത് കൂടുതൽ പപ്പായ മൂക്കത്തും ഇല്ല, ഇങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിനകത്ത് സ്വല്പം പോലും വെളിച്ചെണ്ണ കുടിച്ചിട്ടില്ല, അതുപോലെ വെളിച്ചെണ്ണയുണ്ട്. നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ അത്രയും ഉണ്ട്. അങ്ങനത്തെ ഒരു ഗുണമുണ്ട് ഈ പപ്പായയുടെ മെഴുക്ക് പുരട്ടി. ഇതിനി നമുക്ക് ഇങ്ങനെ എണ്ണയില്ലാതെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ വരുമ്പോൾ ഇത് വളരെ ഹെൽത്തിയുമാണ്, കാരണം എണ്ണ അധികം ഉപയോഗിക്കുന്നുമില്ല. പപ്പായ പിന്നെ ഒരുപാട് ഗുണമുള്ള ഒരു പച്ചക്കറിയാണല്ലോ. നമുക്കിനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഉള്ളിയെല്ലാം നല്ല പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു പ്രത്യേക ടേസ്റ്റായി ഈ ഉള്ളി മൂത്തത് ഈ പപ്പായ മെഴുക്ക് പുരട്ടിക്കട്ടോ. വളരെ സ്വാദിഷ്ടമായ പപ്പായ കൊണ്ടുള്ള മെഴുക്ക് പുരട്ടി തയ്യാറായി. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ. മാർക്കറ്റിലും പച്ച പപ്പായ വാങ്ങിക്കാൻ കിട്ടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.